ദേശീയപാത നിർമ്മാണത്തിൽ കുരുങ്ങി ഒരു കെട്ടിട ഉടമ. കോഴിക്കോട് പയ്യോളിയിലാണ് കാർ വാഷിംഗ് സെന്റർ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ 2 വർഷത്തിലേറെയായി പൂട്ടിക്കിടക്കുന്നത്. പരാതികൾ നൽകിയിട്ടും കരാർ കമ്പനിയും ദേശീയപാത അതോറിറ്റിയും തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നാണ് പരാതി. കടകൾക്ക് മുൻപിലെ ഓവുചാൽ നിർമ്മാണവും സർവീസ് റോഡ് നിർമ്മാണവും ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ല. സുനോജ് തോമസ് ഉണ്ട് ഇപ്പോൾ സ്ഥലത്ത് നിന്നും കൂടുതൽ വിവരങ്ങളുമായി. സുനോജ്, എന്താണ് സംഭവിച്ചത്? ഗുഡ് മോർണിംഗ്. അരുകുമാർ, ഗുഡ് മോർണിംഗ്. കോഴിക്കോട് ജില്ലയിലെ വെങ്ങളം മുതൽ അഴിയൂർ വരെയുള്ള ദേശീയപാത നിർമ്മാണം ഏറ്റെടുത്തത് അദാനി കമ്പനിയാണ്. അത് വാഗാർഡിന് മറിച്ചു കൊടുത്തു. നിർമ്മാണം തുടങ്ങിയത് മുതൽ നിരവധി പരാതികളാണ് വന്നത്. ഞാൻ നിൽക്കുന്ന ഈ പയ്യോളി പെരുമാൾപുരത്ത് കഴിഞ്ഞ മഴക്കാലത്ത് ഞാൻ തന്നെ വന്നു നിന്ന് തത്സമയം റിപ്പോർട്ട് ചെയ്തതാണ്. കാരണം അന്ന് അരക്കൊപ്പം വെള്ളമായിരുന്നു. അന്ന് ജില്ലാ കളക്ടർ ഇടപെടുന്നു, നോഡൽ ഓഫീസറെ നിയമിക്കുന്നു. പക്ഷേ ഒരു വർഷത്തിനിപ്പുറവും കാഴ്ചയ്ക്ക് ഒരു മാറ്റമില്ല. മഴ കുറഞ്ഞതുകൊണ്ടാണ് വെള്ളമില്ലാത്തത്. അല്ലെങ്കിൽ ഇവിടെ അരക്കൊപ്പം വെള്ളം വരേണ്ട ഒരു സ്ഥലം കൂടിയാണ്. കാരണം സർവീസ് റോഡിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടില്ല, ഓവുചാലിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടില്ല. അതോടൊപ്പം തന്നെയാണ് ഇവിടെയുള്ള കടമുറികൾ, അതായത് 2 വർഷത്തിലേറെ ഈ കടമുറികളെല്ലാം തന്നെ അടഞ്ഞു കിടക്കുകയാണ്. ഈ കാണുന്ന ബ്ലൂ സ്റ്റാർ എന്ന് പറഞ്ഞ കാർ വാഷ് സെന്റർ 3 വർഷം മുൻപാണ് പ്രവർത്തനം തുടങ്ങുന്നത്. 1 വർഷം മാത്രമേ പ്രവർത്തിച്ചുള്ളൂ. അതിന് പിന്നാലെയാണ് റോഡ് നിർമ്മാണം നടക്കുന്നത്. കടയ്ക്ക് മുന്നിലുള്ള ഓവുചാലൊക്കെ തന്നെ പാതി വഴിയിൽ നിർമ്മിച്ചിട്ടിരിക്കുന്നു. സർവീസ് റോഡ് നിർമ്മാണം പൂർത്തിയായിട്ടില്ല. വാഹനങ്ങൾക്ക് അവിടേക്ക് കയറാൻ കഴിയാത്തതുകൊണ്ട് 2 വർഷമായി അടഞ്ഞു കിടക്കുന്നു. തൊട്ടപ്പുറത്ത് ആശുപത്രി കെട്ടിടമുണ്ടായിരുന്നു, സ്പെയർ പാർട്സിന് കടയുണ്ടായിരുന്നു, ഹോട്ടലുണ്ടായിരുന്നു. അങ്ങനെ നിരവധി കടമുറികൾ മുഴുവൻ അടഞ്ഞു കിടക്കുകയാണ്. ഇന്ന് രാവിലെ തന്നെ ഈ വിഷയത്തിൽ നിരവധി നാട്ടുകാരാണ് നമ്മൾ വിളിച്ചപ്പോൾ ഇവിടെ എത്തിയത്. അതായത് ഇതിന്റെ ഗൗരവം അത്ര ഉള്ളതുകൊണ്ട് തന്നെയാണ് മറ്റ് ജോലികൾക്കൊന്നും തന്നെ പോകാതെ ഇത്രയും ആളുകൾ ഇവിടെ എത്താനുള്ള കാരണം. നിങ്ങൾ ഈ പരാതി പറയുമ്പോൾ എന്താണ് ഈ വാഗാർഡ് കമ്പനിയും ദേശീയപാതന്റെ ആളുകളും പറയുന്നത്? ഞാൻ ഈ വാഗാർഡ് കമ്പനീൻ്റെ സ്റ്റാഫുകളോട് പരാതി പറഞ്ഞു. ഇതിൻ്റെ ഇങ്ങനെ വിഷയമുണ്ട്, ഞങ്ങൾക്ക് റോഡ് എത്രയും പെട്ടെന്ന് ഉയർത്തിയിട്ട് അതിന് കാര്യങ്ങൾ ചെയ്തു തരണം. അപ്പോൾ ഒരു 3-4 ആൾ കൂടിയിട്ട് എന്നെ അടിക്കാനാണ് വന്നത്. എന്നോട് പറഞ്ഞു വെച്ചാൽ 3-4 ആൾ വളഞ്ഞിട്ടിട്ട് എന്നെ അടിക്കാൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, നീ ആ ഷോപ്പ് നടത്തുന്ന ആളല്ലേ, നിന്നെ കാണിച്ചു തരാം, നിന്നെ ആൾ ഞോട്ടിടാന്ന് എന്നെ കൊല്ലുന്നുള്ള രീതിയിൽ അവർ സംസാരിച്ചു. നിങ്ങൾക്ക് ഈ ബ്ലൂ സ്റ്റാർ ഷോപ്പ് നിങ്ങളുടെ അല്ലേ? എൻ്റെതാണ്. എത്ര രൂപയുടെ കട ഉണ്ട്? എനിക്ക് ശരിക്കും ഒരു 10-25 ലക്ഷം റുപ്യൻ്റെ കട ഇപ്പം നിലവിലുണ്ട്. അരുകുമാർ, ബാങ്ക് വായ്പ ലോൺ എടുത്തിട്ട് തുടങ്ങിയ ഒരു കടയാണ്. നിങ്ങൾ ഇതിനു മുമ്പ് ഞാൻ കഴിഞ്ഞ വർഷം വന്ന സമയത്ത് ഇവിടെ അരക്കൊപ്പം വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പോഴെന്താ അവസ്ഥ മഴ പെയ്യുമ്പോൾ? ഇപ്പോൾ ഇതുപോലെ തന്നെയാണ്. മഴ പെയ്യുമ്പോൾ നല്ലോണം വെള്ളം കെട്ടി നിൽക്കുകയാണ്. ഇപ്പോൾ 2 മണിക്കൂറൊക്കെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരാൾ ഐറ്റിൽ വെള്ളം ഇവിടെ കെട്ടി നിൽക്കുകയാണ്. ഞങ്ങൾ ജില്ലാ കളക്ടർ മുതൽ എല്ലാ ഓഫീസിലും കയറി പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ യാതൊരുവിധ നടപടികളും ഇതുവരെ എടുക്കുന്നില്ല അധികാരികൾ. അരുകുമാർ, അതായത് ഇത് ഇവരുടെ ഒരു മാത്രം പ്രശ്നമല്ല, നിരവധി ജീവനക്കാരുള്ള സ്ഥാപനങ്ങൾ, കുറേ പേർക്ക് ഉപജീവനമാർഗ്ഗം ഇല്ലാതായില്ല. ഒരു 10-40 പേരോളം ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് ഇപ്പോൾ ഈ പ്രദേശത്തെല്ലാം പൂട്ടിയിട്ടിരിക്കുന്നത്. കാരണം വെച്ചാൽ ഇവർ 2 വർഷമായിട്ട് സ്ഥാപനം അടച്ചിടേണ്ട അവസ്ഥയുള്ളത്. 3 മഴക്കാലമായിട്ട് വെള്ളം കെട്ടി വന്നിട്ടുള്ള പ്രശ്നമാണ്. ഇതുവരെ പരിഹരിക്കാനായില്ല. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇവിടെ വന്ന് ഞങ്ങൾക്ക് പരിഹാരം ചെയ്യാമെന്നുള്ള പറഞ്ഞ് വാഗ്ദത്തം ചെയ്തു പോയല്ലാണ്ട് ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. കാരണം ഒരു 10-40 ജീവനക്കാർക്ക് ജോലി പോയി. ഞങ്ങളൊക്കെ വെച്ചാൽ ഈ ബിസിനസ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. ഞങ്ങളുടെ ജീവനമാർഗം തന്നെ ശരിക്കും മുട്ടിയിട്ടാണ്. ശരിക്കും ഇപ്പം വീട്ടിലേക്ക് സാധനം വാങ്ങിക്കാൻ പോലും ശരിക്ക് പൈസ ഇല്ലാത്ത അവസ്ഥയുള്ളത്. കാരണം കച്ചവടം ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. എല്ലാ സ്ഥാപനങ്ങളും അടഞ്ഞു കിടക്കുകയാണ് ഈ മഴവെള്ളം കാരണം. ആരും ഒരു പരിഹാരം കാണുന്നില്ല. ഞങ്ങളെന്താ ചെയ്യാൻ? ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? അരുകുമാർ, അതായത് ഇവിടെ കെട്ടിക്കിടക്കുന്ന വെള്ളം പടിഞ്ഞാറോട്ട് ഒഴുകി പോകാത്തതാണ് പ്രശ്നം. നമ്മൾ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ തന്നെ കാണാം ഈ ഭാഗം മാത്രം താന്നു കിടക്കുന്നു, ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ തന്നെ പൊന്തിക്കിടക്കണം. അതായത് ഇതിൽ എഞ്ചിനീയറിംഗിൽ വന്ന എന്തോ ഒരു സാങ്കേതിക പിഴവാണെന്നാണ് നമുക്ക് തന്നെ മനസ്സിലാവും. അങ്ങനെ ഒരു സംശയം ഉണ്ടല്ലേ? അങ്ങനെ ഒരു സംശയമുണ്ട്. ഇത് റോഡ് ഏകദേശം ഒരു 1.5 മുതൽ 2 മീറ്ററിൻ്റെ അടുത്ത് വരെ ഇവിടെ താത്തി കളഞ്ഞിട്ടുണ്ട് മണ്ണെടുത്തിട്ട്. അപ്പോൾ അതിൻ്റെ ശേഷമാണ് ഇവിടെ വെള്ളം കെട്ടിയേക്കാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ അവരോട് സൂചിപ്പിച്ച് ഈ മായൻ്റെ തൊട്ട് മുന്നേ ഒരു 2 മാസം മുന്നേ അവരോട് സൂചിപ്പിച്ചു. ഞാനും അജയ് സാറും കൂടി സൂചിപ്പിച്ച്. അന്നേരം അവർ പറഞ്ഞു വെച്ചാൽ അടുത്ത 1.5 മാസം കൊണ്ട് കംപ്ലീറ്റ് ആക്കും, ഞങ്ങൾക്ക് വെള്ളം ഇവിടെ കെട്ടി നിർത്താത്ത കുളത്തിലാക്കുന്നു. അരുകുമാർ, അതായത് 1-2 മാസങ്ങളുടെ അവധി പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ ജൂൺ-ജൂലൈ മാസത്തിലാണ് ഞാനിവിടെ വന്നത്. ഇപ്പോൾ 1 വർഷമായിരിക്കുന്നു. ഒരു കല്ല് പോലും എടുത്തു വെച്ചുകൊണ്ട് ഈ വാഗാർഡ് കമ്പനിക്കോ ദേശീയപാത അതോറിറ്റിക്കോ ഇവിടെ നിർമ്മാണം നടത്താൻ സാധിച്ചില്ല എന്നതാണ് വസ്തുത. ഈ വെങ്ങളം മുതൽ ഈ പയ്യോളി വരെയുള്ള റോഡും പൂർണ്ണമായും തകർന്നു കിടക്കുകയാണ്. യാത്ര ദുരിതമാണ് അരുകുമാർ. തീർച്ചയായിട്ടും അത് അധികാരികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നേരത്തെ നമ്മളൊരു ശ്രീധരേട്ടൻ്റെ കഥ പറഞ്ഞില്ലേ കണ്ണൂരിൽ, സമാനമായ രീതിയിലാണ് ഈ ചേട്ടൻ്റെയും അവസ്ഥ. റോഡ് വന്നു, അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ റോഡ് വരുന്നതിനോടൊപ്പം തന്നെ അതിന് ചുറ്റുവട്ടത്ത് താമസിക്കുന്ന മനുഷ്യരുടെ ജീവിതോപാധികൾ ഇല്ലാതായാൽ അതും ബുദ്ധിമുട്ടുള്ള കാര്യമില്ലേ? ഇതൊക്കെ സർവീസ് റോഡൊക്കെ വളരെ കൃത്യമായി ശാസ്ത്രീയമായി ചെയ്യേണ്ടതല്ലേ? അല്ലെങ്കിൽ അധികാരികൾ അതിനുള്ള മാർഗം കണ്ടെത്തുക. ആ റോഡ് നിർമ്മിക്കാൻ കരാറേറ്റെടുത്ത കമ്പനി അവരുമായിട്ട് സംസാരിക്കാനുള്ള മിനിമം മര്യാദയെങ്കിലും കാണിക്കണ്ടേ? മനുഷ്യരല്ലേപ്പാ.